അസ്സലാമു അലൈക്കും. എനിക്ക് 4 മക്കളാണ്. ഇവന് 4ാമത്തതാണ്. ഇവനെ ഞാൻ എങ്ങനെയെങ്കിലും ഖുർആൻ പഠിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. അങ്ങനെയാണ് ഇവിടെ അൽമനാറിൽ കൊണ്ടാക്കിയത്. പിന്നെ അവനിപ്പോൾ ഉഷാറായി ഇല്ല, ഖുർആനൊക്കെ ഒറ്റയ്ക്ക് ഓതാനും ഒക്കെ പറ്റുന്നുണ്ട്. കണ്ടിട്ട് നല്ലോണം ഓതുന്നുണ്ട്. കാണാതെ അമ്മേൻ്റെ താഴത്ത് എല്ലാ സൂറത്തുകളും അറിയണമുണ്ട്. വരും കൈകാര് പാത്രം എടുത്തു തരാനോ ഒത്തു കൊണ്ടുവരാനോ വെള്ളം കൊണ്ടുവരാനോ ജയിച്ചൊന്ന് കെടുത്ത് പറയാം. അതൊക്കെ ഞാൻ പറഞ്ഞൊക്കെ ചെയ്യും. നല്ല ഖുർആൻ പഠിച്ച് നല്ലൊരു വിവാഹം കിട്ടി ആവത് അള്ളാഹ് കുട്ടിക്ക് തരട്ടെ. എനിക്കും എല്ലാവർക്കും എല്ലാവർക്കും അള്ളാഹ് തരാനുള്ള ആവത് തരട്ടെ. സൺഡേ മദ്രസയിൽ നല്ല ഉഷാറായിരുന്നു. മോളെ ഇവിടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ നല്ല ഉഷാറായിരുന്നു. അന്ന് അമ്മ സൂറത്ത് ഫുള്ളായിട്ട് അവിടുന്ന് പഠിച്ചതാണ്. അവൾ മദ്രസയിൽ പോയിട്ടുണ്ടായിരുന്നില്ല അന്നൊന്നും. പിന്നെയാണ് നമ്മൾ മദ്രസയിൽ വിട്ടിട്ടുള്ളത്. പിന്നെ അന്ന് തജ്വീദ് ഒക്കെ അവൾക്ക് നല്ലോണം അറിയായിരുന്നു. നിങ്ങളന്ന് അധികം പോയിട്ടില്ല, കുറച്ചേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും അവന് തജ്വീദ് നന്നായിട്ട് അറിയാം. പിന്നെ സ്കൂൾ ഇട്ടുകൊണ്ട് വരുമ്പോൾ തന്നെ അവൻ പറയണത് എന്താണ്, മദ് സിലാ സൂറ, അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് എപ്പോഴും ഇനിയിപ്പോൾ നമ്മൾ പിന്നെ എന്ത് കണ്ടാലും ഒരു വാവ് കണ്ടാൽ മതി, അപ്പോൾ അവനത് പറയും. പിന്നെ അതേമാതിരി എല്ലാം. പിന്നെ ഇന്നലെ ഇപ്പോൾ ഞാൻ ഖുർആൻ ഓദിക്കണ സമയത്ത് സുജൂദിൻ്റെ ഒരു യസ്ജുദൂന്ന് കണ്ടപ്പോൾ വേഗം അവിടുന്ന് നീറ്റ് ഖുർആൻ അവിടെ എടുത്ത് വെച്ചിട്ട് അവനിവിടെ താഴത്തെ സുജൂദ് ചെയ്ത്. അപ്പം ഞാൻ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വേണമെന്നില്ല, ഇനിയിപ്പോൾ ഖുർആനിൽ സുജൂദ് ചെയ്താലും മതി എന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെയൊക്കെ അതൊക്കെ അവന് എല്ലാം പോയിന്റുകളൊക്കെ അവന് കണ്ടെത്തുന്നുണ്ട്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم. അവന് എല്ലാ വിവരങ്ങളും സ്കൂളിൽ വന്ന് പറയാറുണ്ട്. പിന്നെ ഇന്നലെ വന്നിട്ട് പറഞ്ഞത് പിന്നെ ആലിമ്രാൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമെന്നാണ് ചോദിച്ചത് എന്നോട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിക്കുക എന്താണെന്ന് ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞ് അത് ഇമ്രാൻ്റെ കുടുംബമാണ്. അങ്ങനെ ഓരോ വിവരങ്ങളും അന്നാന്നത്തെ കാര്യങ്ങൾ അപ്പം വന്ന് പറയാറുണ്ട്. പിന്നെ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ ഇപ്പോൾ 5 വയസ്സായിട്ടുള്ളെങ്കിലും എല്ലാ കാര്യങ്ങളും അവനക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നിസ്കരിക്കുകയാണെങ്കിലും നിസ്കരിച്ചില്ലെങ്കിലുള്ള തെറ്റുകൾ പുറങ്ങാൻ കിടക്കുമ്പോൾ എന്നും പറയും. നിസ്കരിച്ചില്ലെങ്കിലുള്ള തെറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. എപ്പോഴും പറയാറുണ്ടത് പിന്നെ അള്ള അത്രയും സമയം തന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്നല്ല ചോദിക്കുന്നാണ് എന്നോട് പറയണത്. അങ്ങനെയുള്ള വിവരങ്ങൾ എപ്പോഴും പറയാറുണ്ട്. അപ്പം നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഖുർആൻ ഓതിയാൽ, നമ്മൾ ഇത്രയും സമയം ഉണ്ടായിട്ട് നമ്മൾ ഖുർആൻ ഓതിയാൽ അതെങ്ങനായാലും നമുക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങൾ അവന് നല്ല പോയിൻ്റാക്കി വെക്കും. അതുകൊണ്ടാണ് ഇവിടെ വന്ന് പറയണത്. ഫുള്ളുണ്ടാവും. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور.